ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഓരോ സീസണുകളിലായി മതവിഷം സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ മറ്റേതു മതപുരോഹിതരെക്കാൾ ഇസ്ലാം മതപുരോഹിതർ മത്സരിക്കുകയാണ്. അവരൊരു ഓണം വരാൻ, ഒരു ക്രിസ്മസ് വരാൻ, ഒരു ദീപാവലി വരാൻ കാത്തിരിക്കുകയാണ്. അവരുടെ മതത്തിന്റെ മഹത്വം പറയാനും അതുപോലെ ഇതര മതത്തെക്കുറിച്ച് കോട്ടങ്ങൾ സംസാരിക്കാനും. ഓണം വരുമ്പോൾ അത്തപ്പൂക്കളം ഇടുന്നോ, നിങ്ങൾ സെറ്റ് സാരി ഉടുക്കുന്നോ, ഡാൻസ് കളിക്കുന്നോ എന്നൊക്കെ നോക്കി നടക്കുവാണ് ഇവർ. ഓണത്തിന് ഇവർ അത്തപ്പൂക്കളം ഇടുന്നുണ്ടോ, ഓണാഘോഷം നടത്തുന്നുണ്ടോ, ഓണപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടോ, ഓണസദ്യ കഴിക്കുന്നുണ്ടോ? ഇങ്ങനെ ഓരോ വിശ്വാസിയുടെയും സ്വകാര്യതകളിലേക്ക് ഊളിയിട്ടിറങ്ങി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മതത്തെ വരും തലമുറ വലിച്ചെറിയും. ഈ കാലഘട്ടത്തിലും തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയുമുള്ള ആളുകൾ ഈ മതത്തെയും മതഗ്രന്ഥത്തെയും ഇത്തരം ക്യാൻസർ പിടിച്ച പുരോഹിതന്മാരെയും വാരി വലിച്ച് ഭിത്തിയിൽ ഒട്ടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവർ ഒരു മതേതര സമൂഹത്തിന് വിപത്താണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഇപ്പോഴിതായി കഴിഞ്ഞ ദിവസമാണ് ഒരു മൗലവി സ്റ്റാർ വാങ്ങുന്നതെല്ലാം തലയിൽ തട്ടമിട്ട സ്ത്രീകളാണെന്നും എന്നാലും ക്രിസ്ത്യാനികളുടെ പിഴച്ചുപറ്റ സന്തതിയുടെ ആഘോഷമായ ക്രിസ്മസിന് സ്റ്റാർ വാങ്ങാൻ നിൽക്കുമ്പോഴും സ്ത്രീകളുടെ ഈമാനിന് കുറവൊന്നുമില്ല, അവരുടെ തലയിൽ തട്ടമുണ്ടായിരുന്നു എന്നൊക്കെ ആക്ഷേപിക്കുകയും ചെയ്തത് ഹിന്ദുക്കൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഏറെ പ്രതികരിക്കാൻ പഠിച്ചിരിക്കുന്നു. അതിന് ഏറ്റവും അവർക്ക് സഹായകമായ ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോട് യോജിക്കാനും വിയോജിക്കാനും ഒക്കെയുള്ള അവരുടെ സുലഭമായ സാഹചര്യങ്ങൾ അവർ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി പങ്കുവയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതര മതസ്ഥരുടെ ആരാധനകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് SYS നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഏറെ തലവേദനയായ പണ്ഡിതന്റെ ഒരു വാക്ക്. ഇതിനെ ഏറെ ആളുകൾ വിമർശിക്കുന്നുണ്ട്. അനുകൂലമായും പ്രതികൂലമായും മറുപടി പറയുന്ന ആളുകളുണ്ട്. ഈ അനുകൂലമായും പ്രതികൂലമായും മറുപടി പറയുന്ന ഹിന്ദു ക്രിസ്ത്യൻ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ വിശ്വാസ പ്രകാരം, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഗ്രന്ഥപ്രകാരം അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹത്തെ കല്ലെറിയുന്നതിന് മുമ്പ് അദ്ദേഹം വിശ്വസിക്കുന്ന ഗ്രന്ഥത്തിൽ അതുണ്ടോ എന്ന് നോക്കണം. ആ ഗ്രന്ഥത്തെയാണ് സമൂഹം വിചാരണ ചെയ്യപ്പെടേണ്ടത്. ഒരു മതേതര സമൂഹത്തില്, ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇത്തരം വിദ്വേഷം പ്രചരിപ്പിക്കുന്ന, അന്യമത വിരോധം പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ അനിവാര്യമാണോ അല്ലേ എന്നതാണ് ചിന്തിക്കേണ്ടത്. അമ്പലക്കടവിനെ കല്ലെറിയും മുമ്പ് നമ്മൾ നോക്കേണ്ടത് അദ്ദേഹം പറഞ്ഞ ഗ്രന്ഥമാണ്. അദ്ദേഹം പറഞ്ഞ മതത്തിൽ ഇത്തരത്തിലുള്ള വിശ്വാസമുണ്ടോ എന്നാണ് നമ്മൾ പരതേണ്ടത്. ക്രിസ്മസിന്റെ സ്റ്റാർ, ക്രിസ്തുമസ് ട്രീ, സാന്റോക്ലോസ്, പുൽക്കൂട്, ക്രിസ്തുമസിന്റെ കേക്ക് മുറിക്കൽ തുടങ്ങിയ ആചാരങ്ങളും ആഘോഷങ്ങളും ആരാധനയുമെല്ലാം മുസ്ലിം സമുദായത്തിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ ജാഗ്രത പാലിക്കണം എന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ ആവശ്യപ്പെട്ടു. 2003 ഒരു മുസ്ലിം മന്ത്രി നെറ്റിയിലെ തിലകം ചാർത്തി അതുപോലെ ശൃംഗേരി മഠം സന്ദർശിച്ചു. സമസ്ത ഉപ അധ്യക്ഷൻ പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായ സുന്നി യുവജന സംഘം കർശനമായ നിലപാടെടുത്തത് എന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഓർമ്മിപ്പിക്കുന്നത്. അതായത് നിലവിളക്ക് ചാർത്തുകയോ അതല്ലെങ്കിൽ അന്യമതത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കുചേരുകയോ ചെയ്താൽ അത് മതവിദ്വേഷമാണെന്നും അതൊരിക്കലും ഒരു മുസ്ലിം വിശ്വാസിക്ക് ഭൂഷണമല്ല എന്നുമാണ് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഇതര മതസ്ഥരോട് സൗഹൃദവും സഹിഷ്ണുതയും കാണിക്കാൻ ഇസ്ലാം അനുശാസിക്കുന്നു. വീട്ടിൽ ആടിനെ അറുത്താൽ അയൽക്കാരനായ ജൂതന് ആദ്യം നൽകണമെന്നായിരുന്നു പ്രവാചകന്മാർ നിർദ്ദേശിച്ചിരുന്നത്. ഇസ്ലാമിക ഭരണകൂടം ഇതര മതസ്ഥർക്ക് എല്ലാവിധ അവകാശാധികാരങ്ങളും വകവെച്ചു കൊടുക്കണമെന്നാണ് നിയമം. ഇസ്ലാമിക ചരിത്രം ഇത് സാക്ഷീകരിക്കുന്നു. പക്ഷേ അവരുടെ ആരാധനകളിലും അതുപോലെ അവരുടെ വിശ്വാസങ്ങളിലും ഇതര മതസ്ഥരുണ്ടല്ലോ, അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസം അംഗീകരിച്ചു കൊടുക്കണം. അതാണ്
അപ്പോൾ അവരുടെ ആരാധനകള്, അവരുടെ ആഘോഷങ്ങൾ, അതിലൊന്നും പങ്കെടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപമായിട്ടില്ല, ഖണ്ഡിക്കാൻ ഏറെയുണ്ട്. ഇതര മതസ്ഥരോട് സഹിഷ്ണുത കാണിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ? നിന്റെ അടുത്ത് താമസിക്കുന്ന മുസ്ലിമിനോട് നീ യുദ്ധം ചെയ്യണമെന്നല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്? നിന്റെ അടുത്ത് താമസിക്കുന്ന ബഹുദൈവ വിശ്വാസിയോട് പതുങ്ങിയിരുന്നിട്ടാണെങ്കിലും യുദ്ധം ചെയ്യണമെന്നല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്? സഹിഷ്ണുത കാണിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചോ? വീട്ടിൽ ആടിനെ അറുത്താൽ ആടിനെ അറുത്ത് ജൂതന് കൊടുക്കുന്നത് കൊണ്ട് എന്ത് കാര്യം? ജൂതന്റെ കഴുത്തറുക്കാനല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്? കഴുത്തില്ലാത്ത ജൂതന് നിങ്ങൾ മാംസം കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പോ അവരുടെ, അതായത് അന്യമതസ്ഥർ, അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം. അവരുടെ ആരാധനകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഏക ദൈവാരാധന ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസമാണെന്നതാണ് കാരണം. ഇസ്ലാം അടിസ്ഥാനമായിട്ടും ഏകദൈവ വിശ്വാസത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. കാരണം ഇതര മതസ്ഥരുടെ ചില ആരാധനകളിൽ പങ്കെടുക്കൽ തെറ്റും മറ്റ് ചിലതിൽ പങ്കെടുക്കൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യവുമാണ്. ഇക്കാര്യം വിശദമായും കണിശമായും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. 2015 നിലവിളക്ക് കൊളുത്തൽ വിവാദമുണ്ടായപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഖണ്ഡിതമായ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിപ്രകാരം മറ്റൊരു മതത്തിന്റെ പ്രത്യേക ആചാരം സ്വീകരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാർ, ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്നിവർ പറഞ്ഞു. നിലവിളക്ക് കൊളുത്തൽ ഹിന്ദു വിഭാഗത്തിന്റെ പ്രത്യേകമായ ആചാരമാണ്. അത് സ്വീകരിക്കൽ ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് അനുവദനീയമല്ല. ഇതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം. ഇന്ന് ജുമുഅയ്ക്ക് പള്ളിയിലെത്തി അൽ കഹഫ് സൂറത്ത് ഓതി തുടങ്ങിയപ്പോൾ 3-4 സൂക്തങ്ങൾ എന്റെ മനസ്സിൽ തറച്ചെന്നും അള്ളാഹു തന്റെ ദാസൻ ഈ വേദം അവതരിപ്പിച്ചത് അള്ളാഹു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയും കൂടിയാണ്. അവർക്ക് അക്കാര്യത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല, അവരുടെ പൂർവികർക്കും ഉണ്ടായിരുന്നില്ല. അവരുടെ വായകളിൽ നിന്ന് വമിക്കുന്നത് ഗുരുതരമായ വാക്കു തന്നെ. കേവലം കള്ളമാണ് അവർ പറയുന്നത്. വെള്ളിയാഴ്ച തോറും ഇത് പാരായണം ചെയ്യുന്ന ഒരു മുസ്ലിമിന് യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായി കാണുന്ന ക്രിസ്തുമസ് ആഘോഷത്തിലും ആരാധനകളിലും എങ്ങനെയാണ് പങ്കെടുക്കാൻ കഴിയുക? ഇതര മതസ്ഥരോട് സൗഹൃദവും സഹിഷ്ണുതയും കാണിക്കാൻ ഇസ്ലാം അനുശാസിക്കുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് തുടരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ കാപഠ്യമാണ്. തരാതരം ഓരോ സീസണുകളിലായി ഇവരുടെ മതത്തെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഇത്തരം തന്ത്രങ്ങളും കപട മതേതരത്വവും ഉണ്ടല്ലോ. ഇനി ഇതൊന്നും അമുസ്ലിങ്ങളോട് ചെലവാകില്ല. കാരണം മുസ്ലിങ്ങളെക്കാൾ വളരെ നന്നായി കൃത്യമായി ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ, അതിന്റെ പരിഭാഷകൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ, ഖുർആനിന്റെ വിശദീകരണം, തഫ്സീറുകൾ, ഇതെല്ലാം അമുസ്ലിങ്ങൾക്ക് അറിയാമെന്നത് തന്നെയാണ് കാരണം. ആ ഗ്രന്ഥങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അമുസ്ലിങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി അമുസ്ലിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് അവർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായ രൂപത്തിലുള്ള പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് ഖണ്ഡിക്കുന്നത്. ഇവിടെ ഒരു അമുസ്ലിം അവരുടെ ആഘോഷങ്ങളിൽ, വിശ്വാസങ്ങളില്, അവരുടെ ആരാധനകളില് ഒരു അമുസ്ലിം പങ്കെടുത്താൽ എങ്ങനെയാണ് അയാൾ മതത്തിൽ നിന്ന് പുറത്തു പോകുന്നത്? ഇവന്റെ സന്തോഷത്തിൽ പങ്കെടുത്തു എന്നല്ലേ കരുതേണ്ടത്? ഇപ്പോൾ വിഷ് യു എ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഇയാൾ മതത്തിൽ നിന്ന് അങ്ങ് പുറത്തു പോകുമോ? സുഹൃത്തിന്റെ കൂടെ ഒന്ന് ഓണസദ്യ കഴിച്ചെങ്കിൽ ഉടനെ തന്നെ മതത്തിൽ നിന്ന് അങ്ങ് പുറത്തു പോകുമോ? ഇങ്ങനെ തുമ്മിയാൽ തെറിക്കുന്ന മതവും കണ്ടാണോ സുഹൃത്തുക്കളെ നിങ്ങൾ നടക്കുന്നത്? ഈ ലോകം മുഴുവനും പരിപാലിച്ച് സൃഷ്ടിച്ച് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന അള്ളാഹുവിന് ഒരു അബൂബക്കർ അവന്റെ കൂട്ടുകാരനായ അഭിഷേകിനോടൊപ്പം ഒന്ന് ഓണസദ്യ കഴിച്ചാൽ, ക്രിസ്മസ് കേക്ക് ഒന്ന് മുറിച്ചൊരു പീസ് കഴിച്ചാൽ ഉടനെ തന്നെ മതവികാരം വ്രണപ്പെട്ടു പോകുന്ന, സിംഹാസനത്തിൽ ഇരുന്ന് ആടി ഉലയുന്ന രക്ഷിതാവിനെയാണോ നിങ്ങൾ ഈ ലോകത്തിന് കാഴ്ചവെക്കുന്നത്? കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ? ഓരോ അടിമകളുടെ, അള്ളാഹുവിന് അടിമയാണല്ലോ, ഓരോ അടിമകളുടെയും ജീവിതത്തിന്റെ സ്വകാര്യതകളിലേക്ക് ഊളിയിട്ടിറങ്ങുന്ന നിങ്ങളുടെ പടച്ചവനും നിങ്ങളുടെ പടച്ചവന്റെ ഗ്രന്ഥവും ഒക്കെ ഉണ്ടല്ലോ, ജനങ്ങൾ വലിച്ചു കീറി പൊതുനിരത്തിലിട്ട് കത്തിക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഈ ഗ്രന്ഥം ഒരു മനുഷ്യന്റെ സ്വകാര്യതകളിലേക്കാണ് നുഴഞ്ഞു കയറുന്നത്. അവൻ എന്ത് കഴിക്കണം, അവൻ ഏത് സുഹൃത്തിനെ സ്വീകരിക്കണം, ആരോടൊപ്പം ഭക്ഷണം കഴിക്കണം, എന്ത് ജോലി ചെയ്യണം,
എന്തിനേറെ അവൻ ഏത് സുഹൃത്തിനെ സ്വീകരിക്കണമെന്നു വരെ മതമാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഫ്രീ വിൽ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുകയാണെന്നല്ലേ നിങ്ങൾ ഈ മതത്തെ കുറിച്ച് പറയാറുള്ളത്? എന്താണ് ഫ്രീ വിൽ? എന്താണ് മതേതരത്വം? എന്താണ് നബി നിന്ന? എന്താണ് മതനിന്ന? ഇതിന്റെയൊക്കെ ഒരു ഡെഫിനിഷൻ നിങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞു തരൂ. നന്ദി.